യേശുവിൽ പ്രിയപ്പെട്ടവരെ, തളർവാദ രോഗിക്ക് യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്ന് സൗഖ്യം നേടണമെന്നുള്ള വലിയ ആഗ്രഹം, അതുപോലെ ആഴമായ വിശ്വാസമുണ്ടായിരുന്നു. എന്നാൽ സ്വമേധയാ തനിക്ക് പറ്റില്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ പ്രേരണയാൽ 4 സുഹൃത്തുക്കൾ അവനെ സഹായിക്കുകയാണ്. മേൽക്കൂര പോലും പൊളിച്ച് യേശുവിൻ്റെ അടുക്കൽ അവനെ എത്തിക്കുന്നു. അവരുടെ ആഴമായ വിശ്വാസം കണ്ടാണ് യേശു ആ മനുഷ്യന് സൗഖ്യം നൽകിയത്. പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈശോ പറഞ്ഞത്. തളർവാദത്തിലേക്ക് നയിക്കുന്ന പാപവും പാപ സാഹചര്യങ്ങളുമാണ് ഈശോ മോചിച്ചത്. പ്രിയപ്പെട്ടവരെ, ശരീരത്തെക്കാൾ ഉപരി മനസ്സിന് പലപ്പോഴും നമുക്ക് തളർവാദം പിടിക്കാറുണ്ട്. അതിലേക്ക് നമ്മളെ നയിക്കുന്നത് പാപ സാഹചര്യങ്ങളോ പാപങ്ങളോ ഒക്കെ ആകാം. യേശുവിൻ്റെ പക്കലേക്ക് കടന്നു വരുമ്പോൾ മാത്രമാണ് ആ ഒരു തിരിച്ചറിവ് നമുക്ക് ലഭിക്കുന്നതും യേശു നമുക്ക് സൗഖ്യം നൽകുന്നതും. യേശുവിൻ്റെ ആ സൗഖ്യം ലഭിച്ചു കഴിയുമ്പോൾ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. തളർവാദം പിടിപെട്ട് നമ്മുടെ ചുറ്റിലും വിഷമിക്കുന്ന മറ്റു മനുഷ്യരെ കൂടെ യേശുവിൻ്റെ അടുക്കലേക്ക് എത്തിക്കുക എന്നുള്ളത്. ഞങ്ങളുടെ രക്ഷകനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.